സഹോദരങ്ങളെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായി ബൈബിളിലെ പുതിയ നിയമത്തിൽ നിന്നും യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായമാണ് നമ്മൾ പഠിച്ച് പൂർത്തിയാക്കി അതിൻ്റെ വിചിന്തനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, എന്നോടൊപ്പം ഈ നാളുകളിൽ യാത്ര ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റും, 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ സുവിശേഷത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ഭാഗത്ത് വ്യാഖ്യാനങ്ങൾ നൽകുന്നു, രണ്ടാമത്തെ ഭാഗത്ത് വിചിന്തനങ്ങൾ നൽകുന്നു. അതിൽ 15-ാം അധ്യായത്തിൻ്റെ വിചിന്തനത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. വിചിന്തനങ്ങളുടെ ആദ്യ വാക്യങ്ങൾ 15-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർ പഠനങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ ഈ എപ്പിസോഡിലൂടെ കടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള ഉപമയെക്കുറിച്ച് പറയുന്ന കർത്താവ് ഐക്യത്തിൽ ജീവിക്കുമ്പോഴാണ് ജീവൻ നിലനിൽക്കുന്നത് എന്ന് നമ്മളെ പ്രബോധിപ്പിക്കുകയായിരുന്നു. സഹോദരങ്ങളെ, വിശ്വാസം കുറേ വസ്തുതകളും സത്യങ്ങളും ഏറ്റുപറയുന്നതിലോ കടമകൾ നിർവഹിക്കുന്നതിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാകരുത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? കാണപ്പെടാത്തതും അറിയാത്തതുമായ കാര്യങ്ങൾ എനിക്കുണ്ട് എന്നെൻ്റെ കർത്താവുണ്ട് എന്നുള്ള ബോധ്യമാണിത്. അതുകൊണ്ട് തന്നെയും നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ചില വിശ്വാസ പ്രമാണങ്ങൾ ഏറ്റുപറയുന്നതിലോ സത്യം വിളിച്ചു പറയുന്നതിലോ ഏറ്റുപറയുന്നതിലോ കടമകൾ നിർവഹിക്കുന്നതിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല. മറിച്ച് ദൈവപുത്രനായ മിശിഹായോടുള്ള പ്രതിബദ്ധതയായി നമ്മുടെ വിശ്വാസം വളരണം. അതാണ് വിശ്വാസത്തിലുള്ള നമ്മുടെ വളർച്ച എന്ന് പറഞ്ഞാൽ, പ്രതിബദ്ധതയുള്ളവരാകുക. ഈ അടുത്ത കാലങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടുവരുന്ന, എനിക്കൊട്ടും കേൾക്കാനോ പറയാനോ ഇഷ്ടമില്ലാത്ത ഒരു പുതിയ ടെർമിനോളജിയാണ് തന്ത വൈബ്. കേട്ടില്ലേ നിങ്ങൾ? തന്ത വൈബ് എന്ന് പറഞ്ഞ് ഒരു പുത്തൻ തലമുറ പഴയ തലമുറയെ ആക്ഷേപിക്കുന്ന ഒരു കാര്യം എത്രയോ അരോചകമായി എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള വാക്ക് കേൾക്കുമ്പോൾ. തന്ത വൈബ്. എൻ്റെ ചിന്ത ഇതാണ്, ഇതെന്ത് വൈബ് എന്നുള്ളതാണ്. എന്താ ഇത്? ഇതിലൂടെ നമ്മൾ ആരെയെങ്കിലുമൊക്കെയായുള്ള ബന്ധത്തെ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ, കട്ട് ചെയ്യാൻ, അവർ മറ്റൊരു വിഭാഗമാണ്, നമ്മളുമായി കണക്ട് ചെയ്യാൻ അവർക്കാകുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ചിലരെയൊക്കെ നമ്മൾ ചാപ്പ കുത്തിയേക്കുക. എന്താ? അവർ തന്ത വൈബ് ഉള്ളവരാണെന്നാണ് പറയുന്നത്. എന്ന് പറയാൻ നമ്മുടെ ഒരു വൈബ് ഉള്ളവരല്ല പോലും. എന്താ ഇത് അർത്ഥമാക്കുന്നത്? ആരെയൊക്കെയോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മുടെ സ്നേഹബന്ധത്തിൽ നിന്നും നമ്മുടെ സൗഹൃദ വലയത്തിൽ നിന്നും നമ്മൾ മാറ്റി നിർത്തുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും നമ്മളുമായി വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ചിലപ്പോഴെങ്കിലുമൊക്കെ പറയാറുണ്ട്. ഒരു പക്ഷേ ശരിയായിരിക്കും കേട്ടോ. പ്രായമായ ചിലരൊക്കെ പറയാറുണ്ട്, അച്ഛാ, സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്നത്തെ കുട്ടികൾ എഴുതുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഭാഷ തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. മലയാളമാണേ, മലയാളം ഭാഷ തന്നെ ഉപയോഗിക്കുന്ന വാക്കുകളുടെ രീതികൾ തന്നെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മൾ കേട്ടു വളർന്ന വായിച്ച് മനസ്സിലാക്കിയ ഭാഷയിലൊന്നും അല്ല ഇന്നത്തെ യുവതലമുറ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള പുത്തൻ ടെർമിനോളജികൾ, വാക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ സമൂഹ ജീവികൾ എന്നതുപോലെ തന്നെ സമൂഹ മാധ്യമ ജീവികളുമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആവശ്യമാണ് കേട്ടോ, ഒത്തിരി നന്മ ചെയ്യുന്നുണ്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ അക്കൗണ്ടുകളുള്ളവരാണ്, അവ ഉപയോഗിക്കുന്നവരാണ്. അതില്ല എങ്കിൽ വലിയ വീർപ്പുമുട്ടൽ അനുഭവപ്പെടുന്നവരാണ്, ഒരു സംശയമില്ല.
പക്ഷേ അതിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു നിലപാടുണ്ടാകണം. എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും. നമ്മളൊരു കാര്യം നമ്മുടെ ഏതെങ്കിലും ഒരു സാമൂഹിക മാധ്യമത്തിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് പബ്ലിഷ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് വാട്സാപ്പിലാകട്ടെ, ട്വിറ്ററിലാകട്ടെ, എക്സിലാകട്ടെ, ഫേസ്ബുക്കിലാകട്ടെ, ഇൻസ്റ്റഗ്രാമിലാകട്ടെ, മറ്റ് ഏത് സാമൂഹിക മാധ്യമത്തിലൂടെയും ആയിക്കൊള്ളട്ടെ, നീ പറഞ്ഞ, നീ പോസ്റ്റ് ചെയ്ത, നീ എഴുതിയ നിൻ്റെ പടങ്ങൾ, നിൻ്റെ വീഡിയോകൾ കാലാകാലത്തോളം ഡിജിറ്റലായി സാമൂഹിക മാധ്യമ പരിസരത്ത് അവശേഷിക്കുകയാണ്. മായ്ച്ചു കളയാൻ പറ്റില്ല. ഒരു ക്ലിക്കിന് അത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അത് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് മാത്രമല്ല, പലപ്പോഴും അത് ഡിലീറ്റ് ആക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയും ഞാനും നിങ്ങളൊക്കെ ഏറെ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ചില എഴുത്തുകൾ മായ്ക്കാൻ പറ്റിയേക്കാം. അത് പുസ്തകങ്ങളിലോ അതല്ലെങ്കിൽ കടലാസുകളിലോ എഴുതുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ്. സാമൂഹിക മാധ്യമത്തിൽ ഡിജിറ്റലായി എഴുതുന്ന ഒരു കാര്യങ്ങളും മായ്ച്ചു കളയുക സാധ്യമല്ലാത്ത വിധം ഞാനും നിങ്ങളും ജാഗ്രതയോടുകൂടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. കാരണം എന്താണെന്നറിയാവോ? ഇതൊരു പ്രതിബദ്ധതയുടെ ഭാഗമാണ്. എൻ്റെ പ്രതിബദ്ധത എന്താണോ അതുമായി താതാത്മ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. മിശിഹായിൽ നമുക്ക് സ്വയം വെളിപ്പെടുത്തിയ പിതാവിനോടും പിതാവിൽ നിന്നും പുറപ്പെടുന്ന മിശിഹ നമുക്ക് നൽകുന്നവരുമായ പരിശുദ്ധാത്മാവിനോടുമുള്ള വ്യക്തിബന്ധമായി ഇത് വളരണം. പ്രതിബദ്ധത എന്നുള്ളത് ബന്ധത്തിൽ നിന്നും ഉരുവാകുന്നതാണ്. ബന്ധമുള്ളവരോട്, സ്നേഹമുള്ളവരോട് നമുക്ക് പ്രതിബദ്ധതയുണ്ടാകും. ചിലരൊക്കെ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അത് ഡിനൈ ചെയ്യാൻ പറ്റാതെ വരുന്നത്? എന്തുകൊണ്ടാണ്? എനിക്ക് ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ സാധിക്കാത്ത വിധം ആ വ്യക്തിയുമായി ഞാൻ സ്നേഹത്തിലാണ്, അല്ലേ? ഇതാണ് കാര്യം. ഏതു സമയത്താണെങ്കിലും ചില വ്യക്തികളോട് നമുക്കുള്ള സ്നേഹബന്ധത്തിൻ്റെ പരിണിതഫലമായി അവരുമായി നമ്മളൊരു ഒരു ബന്ധത്തിലും ഒരു പ്രതിബദ്ധതയിലുമാണ് ജീവിച്ച് മുൻപോട്ട് പോകുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ തൃത്വത്തിൻ്റെ കൂട്ടായ്മയിലാണ് ഈ പ്രതിബദ്ധത ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത്. പിതാവും പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പുത്രനും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവും ചേരുമ്പോൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെയും ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ ഒന്നായിരിക്കുന്ന സഭയോടും പ്രതിബദ്ധത പുലർത്തുന്നവരാണ്. അതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. ഈ പ്രതിബദ്ധതയെയാണ് വിശ്വാസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ത്രിത്വൈക ദൈവത്തോടുള്ള പ്രതിബദ്ധതയാണ് നമ്മുടെ വിശ്വാസം എന്നത്. ഈ പ്രതിബദ്ധത ഉൾക്കൊള്ളുന്ന വിശ്വാസമാണ് നിഖ്യ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഇപ്പോഴും ഏറ്റുപറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസ പ്രമാണം ഒരു പ്രഖ്യാപനമായി നടത്താറുണ്ട്, ഇല്ലേ? പല അവസരങ്ങളിൽ ഒരു പ്രാർത്ഥനയായി പോലും വിശ്വാസ പ്രമാണം ചൊല്ലാറുണ്ട്. ചിലരെങ്കിലുമൊക്കെ പലവിധ ആവശ്യങ്ങളുമായി അച്ഛാ പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു പ്രാർത്ഥന. ചിലർ ചോദിക്കാറുണ്ട്, അച്ഛാ ഞാൻ എന്താ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് എന്താ? ചിലപ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനമനുസരിച്ച് ചില ദൈവവചന വാക്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ചിലരോട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയോ ജപമാല പ്രാർത്ഥനയോ ഒക്കെ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. പക്ഷെ ചിലപ്പോഴെങ്കിലുമൊക്കെ ചില അവസരങ്ങളിൽ ചില വ്യക്തികൾ വന്ന് അച്ഛാ പ്രാർത്ഥിക്കണം, ഇന്ന നിയോഗത്തിന് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് ലഭിക്കാറുള്ള പ്രചോദനങ്ങളിൽ ഒന്നാണ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച പലർക്കും വലിയ അത്ഭുതകരമായ ദൈവകൃപകൾ ലഭിക്കുന്നതായി അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. വിശ്വാസ പ്രമാണം ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിച്ചത് വഴിയായി ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം, അത്ഭുതം, അടയാളങ്ങൾ സംഭവിച്ചുവെന്ന് സാക്ഷ്യങ്ങൾ എത്രയോ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അനുദിന ജീവിതത്തിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്.
അതുകൊണ്ട് സിറോ മലബാർ സഭയുടെ കുർബാനയുടെ രാസക്രമത്തിൽ നമ്മൾ കാണുന്ന ഒരു വിശ്വാസ പ്രമാണമുണ്ട്. ആ വിശ്വാസ പ്രമാണത്തിൻ്റെ ഏതാനും ചില വാക്യങ്ങൾ മാത്രം ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഇൻവെർട്ടഡ് കോമയിൽ കിടക്കുന്ന വാക്കുകളാണ്. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വിശ്വാസ പ്രമാണം ആരംഭിക്കുന്നത്, ഇല്ലേ? വചനം വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വാക്യങ്ങളെ നമ്മൾ കുർബാനക്രമത്തിലെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ കാണുന്നത് സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനുശേഷം നമ്മൾ പറയാണ് ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ് ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനുശേഷം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. നോക്കിക്കേ, ഇതൊരു വിശ്വാസ പ്രമാണത്തിൽ പല ആവർത്തി നമ്മൾ വിശ്വസിക്കുന്നു 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 എന്ന് ഏറ്റുപറയുകയാണ്, ആവർത്തിച്ച് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തോടും തിരുസഭയോടുമുള്ള എൻ്റെ പ്രതിബദ്ധതയാണ് ഈ ഏറ്റുപറച്ചിലൂടെ ഞാൻ വ്യക്തമാക്കുന്നത് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ടാണ് ത്രിയേക ദൈവത്തിലും അതുപോലെ തന്നെ തിരുസഭയിലുമുള്ള വിശ്വാസമാണ് ദൈവം നമുക്ക് നൽകുന്ന കൃപ എന്ന് പറയുന്നത്. തോമസ് അക്വിനാസിൻ്റെ ജീവിതത്തിലും സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ജീവിതത്തിലുമൊക്കെ ആഗസ്തീനോസ് വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിച്ചതുകൊണ്ട് ദൈവീകമായ സത്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തപ്പെട്ടുവെന്നും ആ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളാണ് അവർ വളരെ മനോഹരമായി എഴുതി വച്ചിരിക്കുന്ന ദൈവീക സത്യങ്ങളെന്നും അവരുടെ പുസ്തകങ്ങൾ വായിക്കുന്ന ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. ഇപ്രകാരമുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് വിശുദ്ധ ആഗസ്തീനോസ് പറയുന്നുണ്ട്. ആഗസ്തീനോസ് ദൈവവുമായിട്ടൊരു സ്വപ്നത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആഗസ്തീനോസ് ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ, വിശ്വാസ പ്രമാണം എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇത് എത്ര പ്രാവശ്യമായി വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് ലഘുവാക്കി തരാൻ പറ്റുമോ, ഒന്ന് ചുരുക്കിത്തരാൻ വേണ്ടി പറ്റുമോ എന്ന് ആഗസ്തീനോസ് ദൈവത്തോട് സ്വപ്നത്തിൽ ചോദിക്കുന്നുണ്ട്. ദൈവം പറയുന്നുണ്ട്, ഞാൻ ചുരുക്കിത്തരാം, നീ ഇങ്ങനെ പറഞ്ഞേച്ചാൽ മതി. സർവശക്തനായ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നു, ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, തിരുസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിങ്ങനെ ഒരു ഓർഡർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പല ആവർത്തി ഇത് ചുരുക്കാമോ എന്ന് ചോദിച്ച് ദൈവവുമായിട്ട് സ്വപ്നത്തിൽ സംസാരിക്കുന്ന ആഗസ്തീനോസ് പ്രിയപ്പെട്ട നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ദൈവവുമായിട്ട്. ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് അവസാനം, കർത്താവേ നീ പറ, ഞാൻ എന്തിനാണ് വിശ്വസിക്കേണ്ടത്? അപ്പോൾ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം ആഗസ്തീനോസിനോട് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്, നീ തിരുസഭയിൽ വിശ്വസിച്ചാൽ മതി. തിരുസഭയിൽ വിശ്വസിച്ചാൽ അതിലെല്ലാം ഉണ്ട്. കാരണം തിരുസഭയുടെ ശിരസ് ക്രിസ്തുവാണ്. ദൈവത്തിലുള്ള വിശ്വാസമില്ലാതെ നിനക്ക് തിരുസഭയിൽ അംഗമാകാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയും ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസവും അതുപോലെ കൂദാശകളിലുള്ള വിശ്വാസവും തുടർന്നു വരുന്ന വിശ്വാസ പ്രമാണത്തിലെ ഓരോ ആവർത്തി വിശ്വസിക്കുന്നു എന്ന് പറ്റി പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് കാണുന്ന ദൃശ്യമായ അടയാളം എന്ന് പറയുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയാണെന്നും തിരുസഭയിലുള്ള നിന്റെ വിശ്വാസമാണ് നിനക്ക് ദൈവവുമായുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നും സഹോദരങ്ങളെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും. അതുകൊണ്ടാണ് ചിലപ്പോഴെങ്കിലുമൊക്കെ പരിശുദ്ധാത്മാവ് എന്നെ പ്രചോദിപ്പിക്കുന്നത് വിശ്വാസ പ്രമാണം ആവർത്തിച്ച് ചൊല്ലണം. ഇതെൻ്റെയും ഒരു പേഴ്സണൽ പ്രയറിൻ്റെ ഭാഗമാണ് കേട്ടോ. വ്യക്തിപരമായി ചില സുഹൃതജപങ്ങളും ചില പ്രാർത്ഥനകളും ചില ദൈവവചനങ്ങളും ഒക്കെ ഞാൻ നിശബ്ദമായി ഏകാന്തതയിൽ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ചില പാട്ടുകളുടെ ഈരടികൾ, ഭക്തിഗാനങ്ങളുടെ ഈരടികൾ ചിലപ്പോഴെങ്കിലുമൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കും. ചിലർ വിചാരിക്കും ഇയാൾക്ക് വട്ടാണ്, ഇച്ചിരി വട്ടുണ്ടെങ്കിലേ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. വിശുദ്ധരായ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഒരു വട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവവുമായുള്ള ബന്ധത്തിൽ ആഴമേറിയ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു,
പ്രതിബദ്ധതയുണ്ടായിരുന്നു. ചില കാര്യങ്ങളോട് അതുകൊണ്ട് തന്നെയും ഈ ലോകത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാതെ വരും. നമുക്ക് ചില കാര്യങ്ങളോട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ചിലപ്പോൾ വട്ടണമെന്നോ പൊട്ടണമെന്നോ ഒക്കെ വിളിച്ചേക്കാം. ആയിക്കോട്ടെന്നേ, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാ ഇപ്രകാരം ആകുന്നേ? ഇത് ക്രിസ്തുവിലുള്ള എൻ്റെ വിശ്വാസത്തെ പ്രതിയാണ് എങ്കിൽ അപ്രകാരം അവനുമായുള്ള തീവ്രമായ ഒരു സ്നേഹബന്ധം ഉണ്ടായിരിക്കണം. ഈ വിശുദ്ധന്മാരൊക്കെ ഇന്ന് നമ്മൾ അവരെക്കുറിച്ചൊക്കെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ജീവിച്ചിരുന്നപ്പോൾ അവരുടെ കൂടെ കഴിഞ്ഞവർ പലരും അവരെക്കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞതായിട്ട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് വ്യക്തമായി പലരും പറഞ്ഞു അവന് വട്ടാണ്. അവൻ്റെ അപ്പൻ പോലും കുടുംബാംഗങ്ങൾ പോലും അങ്ങനെ ചിന്തിച്ചു എന്നാണ് പറയുന്നത്. എന്തിനാ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് പറയുന്നത്? നമ്മുടെ കർത്താവിനെക്കുറിച്ച് അങ്ങനെ പറയുന്നില്ലേ? ഈശോയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇത് തന്നെയാണ്. അവൻ ഗോൺ ഔട്ട് ഓഫ് മൈൻഡ്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈശോയുടെ അമ്മയും സഹോദരന്മാരും ഓടി വരുന്നുണ്ട്. അവന് വട്ടുപിടിച്ച് കറങ്ങി നടക്കുകയാണ് എന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടപ്പോൾ മകനെ കാണാനുള്ള ആഗ്രഹത്തോടുകൂടി അമ്മയും സഹോദരങ്ങളും ഓടി വരുന്നതായി ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് കേട്ടോ. നമുക്കൊക്കെ ഇച്ചിരി വട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ടവരെ, രംഗനാഥാനന്ദ എന്ന ഒരു സ്വാമിയോട് ഒരിക്കലൊരു പത്രപ്രവർത്തകൻ ചോദിച്ചു എന്നാണ് പറയുന്നത്, സ്വാമി, ഈ സന്യാസം എന്നത് ഒരു വട്ടല്ലേ? അപ്പോൾ രംഗനാഥാനന്ദ സ്വാമികൾ അല്പം ആലോചിച്ച് ഒരു ചെറുപുഞ്ചിരിയോടെ ആ ജേർണലിസ്റ്റിൻ്റെ മുഖത്ത് നോക്കി അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് പറയുക, സഹോദര, എല്ലാവർക്കും ഇച്ചിരി വട്ടുണ്ട്. അതിലേറ്റവും നല്ല വട്ടാണ് സന്യാസിമാരുടെ വട്ട്. തമാശയ്ക്ക് പറഞ്ഞതായിരിക്കും കേട്ടോ. എല്ലാവർക്കും അസ്വല്പം വട്ടുണ്ട്. അതിലേറ്റവും നല്ല വട്ടെന്ന് പറയുന്നത് ദൈവവുമായുള്ള സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴിയായി എനിക്കുണ്ടാകുന്ന ഒരു ഭ്രാന്തുള്ളവർക്കേ ക്രിസ്തുവിനെ ഇങ്ങനെ സ്നേഹിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ യാത്രയുടെ പടികളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പറ്റും. വിശുദ്ധ പാദ്രേ പിയോ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുമായിരുന്നുവെന്നും പലപ്പോഴും പരിശുദ്ധ കുർബാന അർപ്പിച്ച് തീർക്കാൻ സാധിക്കാത്ത വിധം അദ്ദേഹം വിഷമിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പറയുന്ന അർത്ഥം എന്താ? പാദ്രേ പിയോ ഭ്രാന്തനെ പോലെ ക്രിസ്തുവിനെ സ്നേഹിച്ചവനാ. ഇപ്രകാരം ഞാനും നിങ്ങളുമൊക്കെ ഭ്രാന്ത് പിടിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, അവനെ സ്നേഹിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ചിലപ്പോൾ അൺഫിറ്റാണെന്നോ മിസ്ഫിറ്റാണെന്നോ ഒക്കെ തോന്നിയേക്കാം ചിലരെയൊക്കെ. പക്ഷേ ക്രിസ്തുവിന് വേണ്ടിയുള്ള ഭ്രാന്തമായ സ്നേഹം, ഈശോ മിശിഹായോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെയും പ്രതിബദ്ധതയിലുമാണ് ഈ ത്രിത്വാത്മക പ്രതിബദ്ധത തമ്മിൽ യാഥാർത്ഥ്യമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്രകാരം ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി നമ്മൾ 2 വാക്യങ്ങൾ മാത്രം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും എന്താണ് വിചിന്തനമായി നമ്മോട് പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള പരിശ്രമമാണ്. ആ 2 വാക്യങ്ങൾ മാത്രം നമുക്കൊന്ന് വായിക്കാവേ. 15-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. എന്നിൽ ഫലം തരാത്ത എല്ലാ ശാഖകളെയും അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. 5-ാമത്തെ വാക്യം, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്തെന്നാൽ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 2 വാക്യങ്ങളാണ് നമ്മൾ കണ്ടത്. അത് 2-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവുമാണ്. ഈ 2 വാക്യങ്ങളും ചേർത്ത് വെച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ആവശ്യമായ സഹനങ്ങൾ നാം ഏറ്റെടുക്കേണ്ടതായി വരും എന്നുള്ളതാണ്. സ്നേഹത്തിൽ സഹനമുണ്ട്. കാരണം സ്നേഹം ശുശ്രൂഷ ആവശ്യപ്പെടുന്നുണ്ട്.
വെറുതെ സംസാരത്തിലൂടെയുള്ള സ്നേഹബന്ധത്തെക്കുറിച്ചല്ല ഞാൻ പറയുക. ആത്മാർത്ഥതയുള്ള സ്നേഹമുണ്ടെങ്കിൽ നിനക്ക് ആ വ്യക്തിക്ക് വേണ്ടി എന്ത് ശുശ്രൂഷയും ചെയ്തു കൊടുക്കാൻ നീ സന്നദ്ധനായിരിക്കും, തയ്യാറായിരിക്കും. അപ്രകാരം നമ്മൾ ശുശ്രൂഷിക്കാൻ തയ്യാറാകുമ്പോൾ നമുക്ക് സഹനങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും. നല്ല സമറായൻ്റെ ജീവിതം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതല്ലേ? അവനുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല, ശത്രുപക്ഷത്ത് എന്ന് കണക്കാക്കപ്പെടുന്ന മറ്റൊരു സമുദായത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അക്രമകാരികളുടെ കൈകളിൽപ്പെട്ട് കൊള്ളയടിക്കപ്പെട്ട് രക്തം വാർന്ന് വഴിയരിയിൽ കിടക്കുമ്പോൾ അവന് കണ്ണു തിരിച്ച് ലേവായൻ പോയതുപോലെ, പുരോഹിതൻ പോയതുപോലെ പോകാൻ പറ്റിയില്ല. സമറിയാക്കാരൻ യാത്രാമധ്യേ എന്തോ അർജൻറ്റായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി പോകുന്ന വഴിയില്ല. ഇങ്ങനൊരു മനുഷ്യ അർദ്ധപ്രാണനായി, മൃതപ്രാണനായി കിടക്കുന്നത് കണ്ടിട്ട് കണ്ണടച്ച് പോകാൻ മാത്രമുള്ള മനക്കട്ടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ യാത്ര അവിടെ വെച്ച് അവസാനിപ്പിച്ച് വീണ് കിടക്കുന്ന ഈ മനുഷ്യനെ ശുശ്രൂഷിക്കുകയാണ്. ശുശ്രൂഷിച്ചു എന്ന് മാത്രമല്ല, അവനെ തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി അവൻ സത്രത്തിൽ കൊണ്ടുചെന്നു. സത്രം സൂക്ഷിപ്പുകാരൻ 2 ദനാറ കൊടുത്തിട്ട് ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണമെന്ന് പറയുന്നു, കൂട്ടിച്ചേർക്കുന്നു. എന്തെങ്കിലും കൂടുതലായി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ഇതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇതിലൂടെ അവൻ സഹനമേറ്റെടുക്കുന്നുണ്ട്. അവൻ്റെ കാര്യത്തിന് പോയി തിരിച്ചു വരുമ്പോൾ ബാക്കിയും കൂടെ തന്നു വീട്ടിക്കൊള്ളാമെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് വേണ്ടി അല്പനേരം ചിലവഴിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഇന്ന് രാവിലെ യാത്രാമധ്യേ ഒരു ബൈക്ക് ആക്സിഡൻ്റായി കിടക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഒരു ലോറി, കണ്ടെയ്നർ ലോറി ഒരു ബൈക്കുമായി ഇടിച്ച് സാരമായ പരിക്കുകളൊന്നും ഇല്ലെങ്കിലും ആ ബൈക്കിൽ പോയിരുന്ന വ്യക്തിക്ക് ചെറിയ പരിക്കുണ്ടായി. ബൈക്ക് ആ ലോറിയുടെ അടിയിലേക്ക്, ചക്രത്തിനടിയിലേക്ക് കയറിപ്പോകുന്നു. ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ വാഹനത്തിൽ തൊട്ടു പുറകെ എത്തിയത്. ഞാൻ പെട്ടെന്ന് അന്വേഷിച്ചു, എന്താ കാര്യം, എന്താണ്, തിരക്കി. പരിക്കുകളെക്കുറിച്ച് അന്വേഷിച്ചു. ഉടനെ ആംബുലൻസ് എത്തി. ഫയർഫോഴ്സുകാർ തൊട്ടടുത്തുണ്ടായിരുന്നതുകൊണ്ട് അവർ ഓടി വന്നു. അവരുടെ ആംബുലൻസ് എടുത്ത് വിളിച്ചു വരുത്തി. ആംബുലൻസ് വന്നു, ആളെ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അത്രയും നേരം അവിടെ നിന്ന് അവരുമായി കാര്യങ്ങൾ തിരക്കി, ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ മറ്റുള്ളവരോടൊപ്പം സംസാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട, ഞാൻ പറഞ്ഞു വന്നതെന്ന് അറിയാമോ? എനിക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പ് ഇവിടെ എത്താമായിരുന്നു. എന്നാൽ ആ 10 മിനിറ്റ് സമയം ഞാൻ അവിടെ ചിലവഴിച്ചപ്പോൾ അതുവഴിയായി വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന, അപകടം പറ്റി കിടക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കാൻ സാധിച്ചു. ഇത് വിളിച്ചു പറഞ്ഞ് എന്തെങ്കിലും മഹത്വം, കയ്യടി നേടാൻ വേണ്ടി ഒന്നും പറഞ്ഞതല്ല കേട്ടോ. ഇന്ന് രാവിലെ കൺമുമ്പിൽ നടന്ന ഒരു സംഭവത്തെ ഞാൻ ഓർക്കുന്നു. അതിനെക്കുറിച്ച് പെട്ടെന്ന് മനസ്സിൽ വന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, മറക്കാൻ സാധിക്കാത്തത് കൊണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും മറവിയുടെ മാറാപ്പിലേക്ക് അത് വീണു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയുള്ള കാഴ്ചകൾ അനവധി ഞാനും നിങ്ങളും കാണുന്നുണ്ട്. അത് നമ്മളെ അസ്വസ്ഥരാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഒരു നിലപാടുള്ളത് കൊണ്ടാണ്, പ്രതിബദ്ധതയുള്ളത് കൊണ്ടാണ് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, സ്നേഹബന്ധത്തിലായിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു പ്രതിബദ്ധതയുണ്ടാകും, സ്നേഹബന്ധം ഉണ്ടാകും, ഐക്യത്തിൽ ജീവിക്കണമെന്ന് നമുക്കെല്ലാവർക്കും തോന്നും. ഇപ്രകാരമുള്ള ഒരു ജീവിതമാണ് ദൈവം നമ്മോടെല്ലാവരോടും ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. അതിന് സാധിക്കാതെ വരുമ്പോഴാണ് സഹോദരങ്ങളെ ദൈവീകമായ കൃപാവരങ്ങൾ നമ്മൾ നഷ്ടമാക്കി കളയുന്നത് എന്നതാണ് എനിക്ക് തോന്നുക. അതുകൊണ്ട് ദൈവവുമായുള്ള സ്നേഹബന്ധം പരസ്നേഹത്തിലേക്ക് മാറുന്നില്ല എങ്കിൽ, ശുശ്രൂഷയായി മാറുന്നില്ല എങ്കിൽ, സഹനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അത് വെറുതെ വാക്കുകളിൽ മാത്രമുള്ള സ്നേഹമായിട്ട് മാറും. ആത്മാർത്ഥതയുള്ള സ്നേഹത്തിൽ ജീവിക്കാനാണ് സഹോദരീ സഹോദരങ്ങളെ നമ്മളെ എല്ലാവരെയും ദൈവം വിളിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ സ്നേഹബന്ധത്തിലേക്കുള്ള നമ്മുടെ വളർച്ചയെയാണ് ദൈവം നമുക്കെല്ലാവർക്കും മാതൃകയായി മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള ബന്ധത്തിലൂടെ നൽകുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ. അപ്രകാരം ദൈവവുമായുള്ള സ്നേഹബന്ധത്തിൻ്റെ പരിണിത ഫലമായി സഹോദര സ്നേഹത്തിൽ വളരാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണും വരെയും നിങ്ങൾക്കെല്ലാവർക്കും യേശുനാമത്തിൽ ശുഭവന്ദനം.